ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ ഒരു കുഞ്ഞ് സങ്കീർത്തനം നമ്മളൊന്ന് വായിക്കാൻ പോകണം. മുഴുവനായിട്ട് വായിക്കുന്നില്ല, ഒരു 5 വാക്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് ഒരു 2 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിച്ചിട്ട് ഇന്നത്തെ ദിവസം ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി പോവാണ്. സങ്കീർത്തനം 93 ടൈറ്റിൽ ഇങ്ങനെയാണ്: ദ ലോർഡ് ലീവ്സ്, കർത്താവ് വാഴുന്നു, കർത്താവ് അധികാരത്തോടു കൂടി വാഴുന്നു എന്ന് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. 5 വാക്യങ്ങളേ ഉള്ളൂ കേട്ടോ. കാണാപ്പാഠം പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കെടുതി, കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നല്ലൊരു സങ്കീർത്തനമാണിത്. നമുക്ക് പണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ 2-3 കൊല്ലം ആയല്ലേ, 2018 ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ സമയത്ത് നമ്മളിത് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഒത്തിരി പേരോട് അത് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്നു. നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ ഇത് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും, പല സ്ഥലങ്ങളിലുമൊക്കെ ഈ മഴയുടെ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിൽക്കുന്നവർ മഴയൊന്നും കിട്ടാതെ വിഷമിക്കുന്നുണ്ടെന്നും അറിയാം. മഴ നല്ലതാണ്, പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രകൃതിയുടെ മേലൊക്കെ അധികാരമുള്ള കർത്താവ്. ഇപ്പം നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന സങ്കീർത്തനത്തിലെ ഒരു 2 വാക്യങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ പ്രകൃതി കൊണ്ടുവരുന്ന വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചില അസ്വസ്ഥതകൾ, ഭയങ്ങൾ, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ശാന്തമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ലൊരു വചനഭാഗമാണിത്. സങ്കീർത്തനം 93 എടുക്കാം. അതിൻ്റെ 3-4 വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ്: കർത്താവെ, പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു. കർത്താവെ, പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു. എന്ന് വെച്ചാൽ അത്ര വലിയ പ്രതിസന്ധികളാണ്. നമുക്കിപ്പം പ്രകൃതിയുടെ കാര്യം വിട്ടേ, നമ്മുടെയൊക്കെ ഉള്ളിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, അത് വലുതായി മാറുന്നുണ്ടാവും, അതിങ്ങനെ ആർത്തിരമ്പി ബഹളം കൂട്ടുന്നുണ്ടാവും. ഒരു കുഞ്ഞ് ടെൻഷനായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇന്ന് രാവിലെ ഒരു കുഞ്ഞു പ്രശ്നം തുടങ്ങിയതായിരിക്കാം, അത് ഉച്ചയായപ്പോഴത്തേനും ചിന്തിച്ച് വഷളായി വൈകുന്നേരം ആയപ്പോഴത്തേനും അതെല്ലാം കൂടെ കുളമായി പോകുന്ന അവസ്ഥ. വൈകുന്നേരം കിടക്കാൻ നേരത്തേക്ക് ഇത് തലയ്ക്കകത്തോട്ട് മുഴുവനും കൂടി ഇത് ആർത്തിരമ്പുകയാണ്. അത് തന്നെ ചിന്തിച്ച് നമുക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇതെല്ലാ ദിവസവും ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, കുഞ്ഞു പ്രശ്നം ഇതിങ്ങനെ ആർത്തിരമ്പി ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തി വിഷമിപ്പിക്കും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഇച്ചിരി ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു കൃപയൊക്കെ കിട്ടിയവർക്ക് അത് ഭയങ്കരമായിട്ട് കുളമാക്കും നമ്മളെ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത വചനം അതാ ശ്രദ്ധിക്കേണ്ടത്. 4-ാമത്തെ വാക്യം അത് അടയാളപ്പെടുത്തിയിടണേ: സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയുംകാൾ കർത്താവ് ശക്തനാണ്. നോക്ക്, ഈ പ്രകൃതിയിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റോ ഒരു ഭയപ്പെടുത്തുന്ന ഒരു മഴയോ പ്രകൃതിയിലെ ചില ഭയങ്ങളോ ഒക്കെ അതിനേക്കാൾ മുകളിൽ അതിനെ നിയന്ത്രിക്കുന്ന ശക്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്നാണ് പറയാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസവും. കടലിരമ്പുമ്പോൾ, കാറ്റടിക്കുന്ന സമയത്ത്, തോണി കടന്ന് ഉലയുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ ആ ഭയം കയറി അവരെ പിടിച്ചു കുലുക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ആ ഭയത്തേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വിശ്വാസം അവർ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞ: കർത്താവെ, ഞങ്ങൾ നശിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. തിരമാലകളുടെ മേൽ, കാറ്റിൻ്റെ മേൽ, കടലിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു: കാറ്റേ, കടലെ, ശാന്തമാവുക. ഭയപ്പെട്ട് നിന്ന മനുഷ്യരോട്, കൂട്ടുകാരോട്, ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനാണ്. ഇന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭയത്തിലൂടെ, സങ്കടങ്ങളിലൂടെ ഇതിങ്ങനെ ചിന്തിച്ച് അത് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഉറക്കം കെടുത്തിയ തിരമാലകൾ, ആ പ്രകമ്പനങ്ങൾ, ആ ആർത്തിരുമ്പുന്ന ശബ്ദത്തെക്കാൾ മുകളിൽ കർത്താവ് ശക്തനാണെന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്തേക്കുക. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ: സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ്. നിനക്കെതിരെ വരുന്ന വാക്കുകൾ, നിനക്കെതിരെ വരുന്ന വിരൽ ചൂണ്ടുന്ന അനുഭവങ്ങൾ, നിനക്കെതിരെ വന്ന ദുരാരോപണങ്ങൾ, നിന്റെ മനസ്സിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ആ വിചാരങ്ങൾ, എല്ലാം അതിനേക്കാൾ മുകളിൽ, നിനക്കെതിരെ ശബ്ദമുയർത്തുന്നവരെക്കാൾ, നിന്നെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെക്കാൾ ഒക്കെ മുകളിൽ, നിന്റെ ഉള്ളിൽ കിടന്ന് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്തകളെക്കാൾ മുകളിൽ കർത്താവ് ശക്തനാണ്. കുഞ്ഞെ, ഇത് മനസ്സിലേക്ക് ഏറ്റെടുത്തേക്കണം. പ്രാർത്ഥിക്കണം. കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ഭയപ്പെടേണ്ട, ഞാനാണെന്ന് പറയുന്ന കർത്താവിനെ മാത്രം നോക്കുക. ഉയരുന്ന തിരമാലകളെയോ ആ തിരമാല ഉയർത്തുന്ന ശബ്ദത്തെയോ നീ നോക്കാതെ അതിന് മുകളിൽ ശക്തിയോടെ നിന്ന് ഐ ആം ഹിയർ, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്ന ഈശോയെ നോക്കി ധൈര്യത്തോടെ ജീവിക്കുക. സങ്കീർത്തനം 62:11 നമ്മൾ ഇങ്ങനെ വായിക്കും: ശക്തി ദൈവത്തിൻ്റെതാണ്. ഇത് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. Psalm 62:11, ശക്തി ദൈവത്തിൻ്റെതാണ്. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ഹോംവർക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. 2 കൊറിന്തോസ് 4, 7 മുതൽ 10 വരെ. അവിടെ നമ്മുടെ ജീവിതം ഒരു മൺപാത്രമൊക്കെയാണ്, ഒരു കുഞ്ഞു നിധിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ മൺപാത്രം ചിലപ്പോൾ പൊട്ടിപ്പോകാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അടി ഒലയാം, ചിതറിപ്പോകാം. പക്ഷേ അതിനേക്കാൾ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു തരുന്നൊരു വചനമാണ്. അപ്പോൾ ആ വചനഭാഗം നിങ്ങളൊന്ന് വായിക്കണം. 2 കൊരിന്തോസ് 4-ന്റെ 7 മുതൽ 10 വരെ അന്ന് വായിച്ച് അടയാളപ്പെടുത്തി ഇടുക. ഒപ്പം തന്നെ അതിനകത്തെ ആ ഒരു കുഞ്ഞു ഭാഗം നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുക.
ഒരുപാട് പേർക്ക് അതൊരു ശക്തിയായിട്ട് മാറട്ടെ. ഇടയ്ക്ക് പറയുന്നത് പോലെ, ഇന്നലെ പറഞ്ഞ പോലെയൊക്കെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു 10 പേർക്കെങ്കിലും നിങ്ങൾ ഈ ടോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് അതൊരു ശക്തിയായിട്ട് മാറട്ടെ. ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉറക്കം കെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതൊരു ശക്തിയായിട്ട് മാറട്ടെ. അതിനുള്ളൊരു കൃപ ഈശോ തരും. ശക്തി ദൈവത്തിൻ്റെതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.